guys, good morning. Welcome back to my channel. അപ്പോൾ ഇന്ന് ജാനുവരി 5th ആണ്. ഈ വർഷം ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും ഈ ഒരു ന്യൂ ഇയർ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നെങ്കിലും 2 ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു 1 വീക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. കാരണം എനിക്ക് വീഡിയോ ഇടാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ മടി വരാറുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക എന്നുള്ളത്. കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണ്ട, ഇതങ്ങനല്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് തീരുമാനിച്ചതാ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കണ്ടിന്യൂറ്റി പോയിട്ട് ഞാൻ ചിലപ്പം നിർത്തി വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 1 വീക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അപ്പോൾ എന്തായാലും 7 ദിവസത്തേക്കുള്ള വീഡിയോ ആയല്ലോ. അപ്പോൾ എൻ്റെ ഒരു മടിയും ഒന്ന് മാറി കിട്ടും. പിന്നെ എന്താ, ന്യൂ ഇയർ ആയിട്ട് നിങ്ങളെല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തോ. ഞാൻ എൻ്റെ മനസ്സിലുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ, പക്ഷെ ഒരു പ്ലാനർ വാങ്ങി അതിൽ എഴുതി വെച്ച് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇന്നിപ്പോൾ സൺഡേ ആണ്. ഇപ്പൊ സമയം 8:15 കേട്ടോ. സച്ചുവിന് ഡ്യൂട്ടിക്ക് പോകണം. 11 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കൊടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ റെഡി ആക്കണം. അപ്പം ആദ്യം ഞാൻ അരി ഒന്ന് അടുപ്പത്തിടട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഞാൻ ഒരു നേരത്തേക്ക് മാത്രമാണ് കേട്ടോ ചോറ് വെക്കുന്നത്, ഉച്ചക്കത്തേക്ക് മാത്രം. ഈ മീനൊന്നും എപ്പോഴും കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ശീലം വന്നേ. പിന്നെ രാത്രിയിൽ ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും അന്നേരം തോന്നുന്ന എന്തെങ്കിലും ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ വെള്ളം വെക്കുകയാണ്. ആദ്യം വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ അരി കഴുകി വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇടും. 1.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു കുഞ്ഞു ഗ്ലാസ്സാണ്. ആ കുഞ്ഞു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് അരി എടുത്താൽ നമുക്ക് 3 പേർക്കും കൂടെ കഴിക്കാനായിട്ടുള്ളത് കാണും. ഒരു നേരം കഴിക്കാനായിട്ടുള്ളത് കാണും. പിന്നെ കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം അരി ആട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പിടിയെടുത്ത് മാറ്റി വെക്കും. അങ്ങനെയാണ്. എന്തായാലും 1.5 ഗ്ലാസ് അരിയിട്ടാണ് വെക്കുന്നത്. നമ്മുടെ നാഴിയുടെ അത്രയൊന്നും ഇല്ല കേട്ടോ, കുഞ്ഞു ഗ്ലാസ് അത്. അപ്പോൾ പിന്നെ ഇത്ര അരി. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കും. അപ്പോഴത്തേന് പിന്നെ ഞാൻ ടൈമർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. ഒരു 16 മിനിറ്റൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേന് അരി നന്നായിട്ട് തിളയ്ക്കും. അങ്ങനെ. പിന്നെ ഇത് ഒരു കഷ്ണം ഇഞ്ചി എടുത്തതാണ് എനിക്ക് ചായ ഇടാനായിട്ട്. പിന്നെ പാല് ഞാൻ കാച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കുറച്ചായിട്ട് ഈ വർഷം തുടങ്ങിയതിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ്. നമ്മുടെ പാല് കാച്ചിട്ടുള്ള ആ ഒരു പാടയുണ്ടല്ലോ, ഇന്ന് തലേ ദിവസം കാച്ചിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ ഇതുപോലെ നല്ല പാടയായിട്ട് കിട്ടും. ഇതിങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കാനാണ്. പണ്ട് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നെയ്യ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാനിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ വീട്ടിൽ നിന്നല്ലേ പാല് കൊണ്ടും തരുന്നത്. അപ്പോൾ നല്ല ഇതുപോലെ പാടയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പാല് വാങ്ങിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് നെയ്യും കൂടെ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ എടുത്തിങ്ങനെ മാറ്റി വെക്കാറുണ്ട്. അപ്പം നമുക്കിത് നെയ്യ് ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ ചായ കുടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ച്. പിന്നെ ഇന്ന് നമുക്ക് ലഞ്ചിന് വേണ്ട സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചു. ഇനി ഇതൊക്കെ കട്ട് ചെയ്യണം. ചായ കുടിച്ചിട്ട് കട്ട് ചെയ്യാം അല്ലേ. പിന്നെന്താ, ഇനി ഞാൻ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് നിന്നിട്ട് ഇന്നലെ ഞാൻ എൻ്റെ പ്ലാനിങ്ങൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഓരോന്നോരോന്നൊക്കെ ടിക്കിട്ട് കഴിയുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ, അതാണ്. അപ്പോൾ ഇതൊന്ന് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അടിപൊളിയാണ് കേട്ടോ. ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ പോവും. പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫോൺ യൂസ് ഇപ്പം ഭയങ്കരമായിട്ടുണ്ട്. ഫോൺ യൂസ് എന്ന് വെച്ചാൽ വെറുതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടാണ് വ്ളോഗും കാര്യങ്ങളും കാണുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നലെ ഇവിടെ കറണ്ട് ഇല്ലാതിരുന്നിട്ട് ഫോൺ ഉപയോഗിക്കാത്തപ്പം എന്താണെന്ന് വെച്ചാൽ സച്ചിനെ വിളിച്ചു കറണ്ട് ഇല്ല വെച്ച് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം കാരണം രാവിലെ എന്തോ ചെറിയ പെർസെൻറ്റേജ് ഞങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഈ ബ്ലോഗ് ഒന്നും കാണാതെ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ബ്ലൂടൂത്തിൽ സ്പീക്കറിൽ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ പാട്ട് വെച്ചിട്ട് നിന്ന് കുക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു മൂഡ്. ഞാനിപ്പം കുറച്ചായിട്ട് കഴിഞ്ഞ മാസവും 1-2 ദിവസമൊക്കെ അങ്ങനെ ചെയ്ത്. എനിക്കാണെങ്കിൽ ഒട്ടും പാട്ട് കേൾക്കുന്ന ശീലമില്ല. സച്ചു കേൾക്കുമ്പം കൂടെ കേൾക്കും എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ പാട്ടൊന്നും വെച്ച് കേൾക്കുന്ന ഒരാളല്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മൂഡ് വന്നാലും കേൾക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ പാട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് തോന്നി. ഞാൻ പിന്നെ ഫുൾ
ഇങ്ങനെ സൗണ്ടൊക്കെ വെച്ചിട്ടാട്ടോ കേൾക്കുന്നത്. അതെനിക്ക് എന്ന് വെച്ചാൽ കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എനിക്കിഷ്ടം. അത് പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷേ ഞാനിങ്ങനെ വ്ളോഗ് കാണുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും വ്ളോഗിലോട്ട് ശ്രദ്ധ പോകും, ചിലപ്പോൾ ബാക്ക് അടിക്കും, പിന്നെ ഇങ്ങനെ സമയം കുറച്ച് പോകുന്നതായിട്ട് തോന്നാറുണ്ട്. പിന്നെ സമയം കുറച്ച് പോയാലും കുഴപ്പമില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരിപ്പം രണ്ടുപേരും സ്കൂളിലും ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാലും ഫുൾ ടൈം ഞാൻ ഫോണിലാണ്. അപ്പം ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടും കൂടാണ് ഞാൻ ഈ 1 വീക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചത്. അന്നേരം എനിക്ക് ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന സമയത്ത് ഒക്കെ ഫോൺ ഉപയോഗിക്കുന്നത് ഭയങ്കര കുറവാണ്. വ്ളോഗൊന്നും കാണാറില്ല നാട്ടിൽ പോയാൽ, കാരണം അവിടെ എല്ലാവരുടെയും കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വ്ളോഗ് കാണുന്നത്. ഇവിടെ ഒറ്റയ്ക്കായി പോയത് കൊണ്ടാണ് ഞാനിങ്ങനെ കണ്ട് ശീലിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു അഡിക്ഷൻ മാറ്റാനായിട്ട് 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം രണ്ടേ കാണാൻ പറ്റുമോ, എൻ്റെ അക്ഷരം ഒന്നും നോക്കരുത്. നമുക്ക് ചായ ടീ വാട്ടർ ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് ഫസ്റ്റിലത്തെ ഞാൻ എഴുതി വെച്ചേക്കുന്നത്. ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ആ ഒരു പണി കഴിയണം എന്നുള്ളതാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് സ്മൂത്തി ആയിരിക്കും, ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെയാണല്ലോ. പക്ഷേ ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം സ്മൂത്തി കുടിച്ചിട്ട് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഈ പുട്ടും കടലയും ദോശയും കടലയൊന്നും പറ്റത്തില്ല കേട്ടോ. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ഒന്നും കുഴപ്പമില്ല അങ്ങനെ. പിന്നെ അവർക്കും ഇഷ്ടം കാണുമല്ലോ, സച്ചുവിനും കിക്കിക്കും ഇഷ്ടം കാണുമല്ലോ. അപ്പോൾ സച്ചുവിനൊന്നും കുഴപ്പമില്ല കേട്ടോ സ്മൂത്തി, പക്ഷേ കിക്കിക്ക് സ്മൂത്തി കുടിക്കാൻ ഇച്ചിരി പാടാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് പോകാനും ഇത്തിരി പാടാണ്. അപ്പം തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിയിലാണ് ഞാൻ സ്മൂത്തി എങ്കിലും കുടിക്കട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഇന്ന് നമുക്ക് മീൽ പ്ലാൻ തയ്യാറാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തി ആയതുകൊണ്ട് പിന്നെ എപ്പോഴാണോ കഴിക്കുന്നത് അന്നേരം അടിച്ച് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് രാവിലത്തെ ചായയിടലും വെള്ളം തിളപ്പിക്കലും ബ്രേക്ക്ഫാസ്റ്റിന് പണിയൊക്കെ കഴിയും. പിന്നെ എൻ്റെ ലഞ്ചിന് നമുക്ക് ചോറ്, ചമ്മന്തി, അവിയൽ, എന്തെങ്കിലും ഒരു ഫ്രൈ, അത്ര ആയിട്ടാണ് അടിപൊളിയില്ലേ. ഇച്ചിരി തൈരുകളുണ്ടെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. സച്ചു ജോലിക്ക് പോകുമ്പോഴാലും പൊതിച്ചോറ് കൊടുത്തു വിടാറുണ്ടായിരുന്നേ. അപ്പം സച്ചു വന്ന് പൊതിച്ചോറ് ഇല്ലെങ്കിലും കുഴപ്പമില്ലടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊതിച്ചോറാകുമ്പോൾ ഇല എപ്പോഴും വാങ്ങിക്കണം, ബാക്കി ഇല കിടന്ന് വാടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റ് വാങ്ങിച്ചത്, വലിയൊരു പ്ലേറ്റ്, നമ്മൾ പ്ലേറ്റ് അല്ല ഒരു പാത്രം സച്ചുവിന് ചോറ് കൊടുത്തു വിടാനായിട്ട്. അതിലാവുമ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ സച്ചു ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് അവിടെ അടിപൊളിയായിരുന്നു എന്ന് വെച്ചാൽ ചോറും ചമ്മന്തി, തോരൻ, എന്തെങ്കിലും അങ്ങനെയൊക്കെ കാണത്തുള്ളൂ, മുട്ട പൊരിച്ചതോ. പക്ഷെ സച്ചു വിളിച്ചത് പറയുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര അടിപൊളി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നമുക്ക് മീൻ കിട്ടാത്തപ്പോൾ ആയാൽ പോലും ആ ഒരു ഉച്ചയ്ക്ക് മാത്രത്തേക്ക് അത്രയും ചോറ്, ഇപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചമ്മന്തിയും ചോറും സാമ്പാറും ഒക്കെ കഴിക്കാന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഉച്ചയ്ക്ക് മാത്രമാകുമ്പം കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മൾ അങ്ങനെയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ, ഉച്ചയ്ക്ക് കുറച്ച് ചോറ്, തോരനോ അവിയലോ എന്തിനെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെച്ചേക്കും അങ്ങനെ. അപ്പം നമുക്കിന്ന് പോയിട്ട്, ഇന്ന് സൺഡേ അല്ലേ, ഞാനിന്ന് രാവിലെ സാധാരണ ഒരു 9 മണിക്കൊക്കെയാണ് കേട്ടോ സൺഡേ എണീറ്റുകൊണ്ടിരുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് നല്ല ബീഫ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ ആയാലും മീനുള്ളത് സാറ്റർഡേ, സൺഡേ, പിന്നെ വെനസ്ഡേ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല മീനൊന്നും ആയിരിക്കണമെന്നില്ല, എന്നാലും എന്തെങ്കിലും ഒരു മീൻ വാങ്ങിക്കണമെങ്കിലോ ബീഫ് വാങ്ങിക്കണമെങ്കിലോ സൺഡേ രാവിലെ ചെല്ലണം. ഇപ്പോൾ സച്ചു 11 മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വണ്ടി ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് ആ ഒരു ജോലി തീർത്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ എണീറ്റ്. അപ്പോൾ ഞാനിനി പോയിട്ട് ചമ്മന്തി അരച്ച് അവിയലൊക്കെ ഒന്ന് ആക്കി വെക്കും. എന്നിട്ട് ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് എനിക്ക് കടയിലൊന്ന് പോകണം. ഞാനിനി എൻ്റെ ചായ കുടിക്കുന്ന ടൈം എൻജോയ് ചെയ്യട്ടെ. എന്നിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ വ്ളോഗ് അങ്ങനെ കാണാറില്ല, ഇടയ്ക്ക് കാണും കേട്ടോ, ഫുള്ളായിട്ട് അങ്ങ് കാണുന്ന നിർത്തിയിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 വ്ളോഗുകളുണ്ട്, അതൊക്കെ വരുന്ന അനുസരിച്ച് ഞാൻ കാണും. പക്ഷേ ഇപ്പോൾ എന്തായാലും കാണാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി തപ്പി പിടിച്ചിരുന്ന വേറെ എല്ലാം കൂടെ കണ്ട് തലയിൽ നെഗറ്റിവിറ്റി കയറ്റി വെക്കണ്ട, നമുക്ക് കുറച്ച് നേരം പാട്ടൊക്കെ കേൾക്കാമെന്ന്. അങ്ങനെ പാട്ടൊക്കെ കേട്ടും കൊണ്ട് തേങ്ങ തിരുകുവാണ് കേട്ടോ. ഇന്ന് ഞാൻ ചോറിന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചമ്മന്തി, അവിയൽ, പിന്നെ മീനും ചിക്കനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ. അതിനുള്ള തേങ്ങ എടുക്കുകയാണ്. ഇത് കണ്ടോ, ഓറഞ്ച് ഞാൻ കഴിച്ചപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നാരങ്ങ വിളക്കൊക്കെ പണ്ട് എടുക്കത്തില്ല, അതുപോലെ ആക്കി വെച്ചിട്ട്, അപ്പോൾ ചുമ്മാ അതുപോലെ ആക്കിയതാണ് കേട്ടോ. 2-3 ദിവസമായി അത്, പക്ഷെ കുറേ നേരം നിന്ന് കത്തും കേട്ടോ. അത് അന്ന് വെച്ചിട്ട് ഇതുവരെ അതിൻ്റെ എണ്ണ തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ തേങ്ങ തിരികെ എടുത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അവിയലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ചമ്മന്തിക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചമ്മന്തിയും അങ്ങ് ആക്കാമല്ലോ, പിന്നെ പൊടി ഇടാൻ വേണ്ടി നിൽക്കേണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ അവിയലിനുള്ളത് അരയ്ക്കുകയാണ്, നന്നായിട്ട് അരച്ചെടുത്തിട്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഒരു വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത്. അപ്പോൾ ദാണ്ട് ഈ അരപ്പ് ഞാൻ പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ പച്ചക്കറിയൊക്കെ വെന്തിട്ടല്ല കേട്ടോ അവിയലിനുള്ള അരപ്പിട്ട് കൊടുക്കുന്നത്, എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ പച്ചക്കറിയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
കട്ട് ചെയ്തെടുത്ത് എന്താണ്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞ് അവിയൽ വെക്കാനൊന്നും ആർക്കും പറയണ്ട, എന്നാലും ഞാൻ ചുമ്മാതങ്ങ് പറയുകയാണ് കേട്ടോ. എന്നിട്ട് എന്താണ്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എരിക്ക് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ്, പടവലം, പിന്നെ പൊട്ടറ്റോ, ഉള്ളി, ഒരു ഹാഫ് ഉള്ളിയാണ് കേട്ടോ എടുത്തത്. പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞില്ലായിരുന്നു, അതുമൊക്കെ അരിഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് അങ്ങനെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നിന്ന് കുക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് സമയം ഒരുപാടായി കേട്ടോ. സച്ചുവിനുള്ള ചോറാണ് ഞാൻ എടുത്ത് വെച്ചത്. അങ്ങനെ ചോറൊക്കെ കൊടുത്ത് സച്ചുവിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ബീഫൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ എനിക്ക് രാവിലെ പച്ചക്കറി ഒന്നും മേടിക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നിനിപ്പോൾ പോവണ്ട, ഇന്നിപ്പോൾ രാത്രി 9 മണിയാവും സച്ചു വരാനായിട്ട്, പിന്നെ വണ്ടി ഇല്ലല്ലോ, എന്നാൽ പിന്നെ നാളെ നമുക്ക് മീൽ പ്ലാനൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എൻ്റെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞല്ലോ. ഇനി ഉച്ചക്കത്തേക്കുള്ളത് എനിക്കും കിക്കിമോക്കും ഞാനവിടെ പാത്രം ഒന്നും എന്താ കുക്ക് ചെയ്ത് കാണാത്തതെന്ന് വെച്ചാൽ ഞാൻ കിക്കിമോളുടെ ആ ഒരു തട്ടത്തിൽ എനിക്കും കിക്കിക്കുള്ള ചോറിട്ട് വെച്ച് എല്ലാം ഞാൻ പാത്രം ഒഴിഞ്ഞിട്ട് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നല്ല സമാധാനമായിരിക്കും. ഇനി ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ ആ കഴിക്കുന്ന ആ ഒരു പാത്രം മാത്രം കഴുകി വെച്ചാൽ മതി. അത് മാത്രമല്ല നല്ല ടേസ്റ്റും ആയിരിക്കും അങ്ങനെ തട്ടത്തിലിട്ടിട്ട് ചോറ് കഴിക്കുമ്പോൾ. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ഞാൻ 2 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്നെ കൊണ്ട് നടക്കത്തില്ല. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എനിക്ക് ഒട്ടും ഇഷ്ടമില്ല വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ ദാണ്ടേ നമ്മുടെ ചോറ്, പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓർക്കാനാണ് ആ കപ്പിലിങ്ങനെ ഒഴിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ ദാണ്ടേ വീണ്ടും അവിടെ എല്ലാം നന്നായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫും കൂടെ ഒന്ന് കഴുകി വെക്കണം. അത് ഞാനിവിടെ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടെ കഴുകി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ബീഫൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ക്ലീനിങ്ങിലോട്ട് കടന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഓരോന്നൊക്കെ എടുക്കുന്നത് അന്നേരം എടുക്കാൻ ഈ ജോലിയുടെ ഇടയിലായിരിക്കും വന്ന് വേറെ ജോലി ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് വെക്കാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാർജറിൻ്റെ വള്ളി, തേപ്പൊട്ടി, അത് ഇത് എല്ലാം ഇങ്ങനെ കിടക്കുമായിരിക്കും. അതെല്ലാം ഒന്ന് ഒതുക്കി മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും. എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പിന്നെ തൂത്ത് തുടയ്ക്കുന്ന ശീലം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. ഈ വർഷം ഞാൻ ഇന്നലെ വരെ അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് തൊട്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കതൊരു മോട്ടിവേഷൻ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി. പിന്നെ കിക്കിമോള് കിടക്കുമായിരുന്നു ആ സമയത്തും, അതുകൊണ്ട് കിക്കി എണീറ്റിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചോളും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് നേരത്തെ എണീക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ആരാണോ ലാസ്റ്റ് എണീക്കുന്നത് അവർ ബെഡ്ഷീറ്റ് വിരിക്കണമെന്ന്. പിന്നെ സച്ചു അങ്ങനെ അങ്ങോട്ട് ശീലിച്ചിട്ടില്ല ബെഡ്ഷീറ്റ് വിരിക്കാൻ, ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഇനി. ഇത് ലൈറ്റാണ് കേട്ടോ. ഞാൻ ക്രിസ്മസിൻ്റെ സമയത്ത് അവിടെ ഇങ്ങനെ ആ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നത്, അത് ഊരിയതാണ്. ഇനി അതൊന്ന് ഒട്ടിച്ച് വെക്കണം, അതിങ്ങനെ കുരുങ്ങി കിടക്കുവാണ്, അതും ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യം ഞാൻ തുണി കഴുകാനിട്ടിട്ടായിരുന്നു സാധാരണ ക്ലീനിങ്ങിലോട്ട് കിടക്കുന്നത്. അപ്പോഴത്തേന് ക്ലീനിങ് കഴിയുമ്പോഴത്തേന് ഒരുവിധം തുണിയൊക്കെ ഇപ്പോൾ 30 മിനിറ്റിൻ്റെ വാഷാണെന്നുണ്ടെങ്കിൽ തുണി കഴിയും. പക്ഷേ ഇന്ന് ഞാനത് വിട്ടുപോയി കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് തുണി കഴുകാനായിട്ട് ഇട്ട്, ഇത് നമ്മൾ ഡെയിലി ഇടുന്ന അത്ര വലിയ അഴുക്കൊന്നും ആവാത്ത തുണികളുണ്ടല്ലോ. സച്ചുവിൻ്റെ യൂണിഫോമും അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ വേറെ ഇട്ടിട്ടാണ് കേട്ടോ കഴുകുന്നത്. വൈറ്റ് അല്ലേ, അപ്പോൾ അത് വേറെ ഇട്ടിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ അതിൻ്റെ വാഷ് വരും. ഇത് 30 മിനിറ്റ് അല്ലാതിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും തുണി കഴുകാൻ കാണത്തില്ല, 2-3 ദിവസമൊക്കെ കൂടുമ്പോഴേ തുണി കഴുകാൻ കാണൂ. വലിയൊരു ആശ്വാസമാണ് കേട്ടോ ഇത്. പിന്നെ ചില നല്ല തുണികൾ, ഇന്നേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടി, അടുക്കളയിൽ യൂസ് ചെയ്യുന്ന തുണികൾ, അതൊക്കെ പുറത്ത് കൊണ്ടിട്ടാണ് കഴുകുന്നത്. ഇത്രയും ഇങ്ങനെ കഴുകി കിട്ടുന്നത് തന്നെ വലിയ ആശ്വാസമല്ലേ. പിന്നെ അതിപ്പോൾ എനിക്ക് കഴുകുന്നൊരു ജോലിയായിട്ട് തോന്നാറേ ഇല്ല. അപ്പോൾ കണ്ടേ നമ്മളിവിടെ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് അത് ഓൺ ചെയ്ത് ഇനിയിപ്പം അതവിടെ കിടന്ന് കഴുകിക്കോട്ടെ. അപ്പോൾ ഞാനൊന്ന് തൂക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ആദ്യം ഞാൻ സിറ്റൗട്ട് തൂക്കും. കിക്കിമോക്ക് സ്കൂളുള്ളപ്പോഴാണെങ്കിൽ ആദ്യം ഞാൻ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് സിറ്റൗട്ട് തൂത്തിട്ട് കഥ പൂട്ടിയിട്ട് ഇനി അകത്ത് കയറും. ഞാൻ ഇങ്ങനെ കഥക് തുറന്നിടാറേ ഇല്ല കേട്ടോ. എപ്പോഴും ഞാൻ കഥ അടച്ചിട്ടേക്കുമായിരിക്കും വീട്ടിൽ. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതെൻ്റെ ശീലമായിപ്പോയി കുറേ വർഷങ്ങളായിട്ട്, അതുകൊണ്ടാണ്. അപ്പം പിന്നെ എനിക്ക് ക്രിസ്മസ് ട്രീ എടുത്ത് മാറ്റാനായിട്ട് തോന്നിയില്ല കേട്ടോ. നല്ല ഭംഗിയില്ലേ, ആ റെഡും വൈറ്റും ഗ്രീനിൽ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. വേറെ സാധനങ്ങളൊക്കെ തൂക്കുന്നതിനേക്കാളും കഴിഞ്ഞ വർഷത്തെക്കാളും എനിക്ക് ഈ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ചെടിച്ചട്ടിക്കകത്താണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. ഞാൻ വെച്ച് കുറച്ച് നാൾ അവിടെ ഇരിക്കട്ടെ എന്ന്. പിന്നെ ഞാനിപ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം കഴിഞ്ഞ മാസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ലൈസോൾ ഉള്ളത് കൊണ്ട് ഇടയ്ക്കൊക്കെ എല്ലാം തുടയ്ക്കും, അതുകൊണ്ട് തീരത്തുമില്ല. ഇനിയിപ്പോൾ തുടയ്ക്കണം, കിച്ചണിൽ യൂസ് ചെയ്ത തുണിയൊന്ന് കഴുകിയിടണം, പിന്നെ നേരെ പോയി കുളിക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ പരിപാടി. അപ്പോൾ ഇനി ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം. കുളിക്കുന്ന സമയത്ത് ബാത്റൂം കഴുകാം. അപ്പം ഞാൻ ദേഹമൊക്കെ കഴുകിയിട്ട് വന്ന് പിന്നെ നമ്മുടെ ക്ലീൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് തുണിയൊക്കെ വെച്ചിട്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. സച്ചു ഫുഡ് കൊണ്ടുപോയ സമയത്ത് തന്നെ ഞാൻ ഇതുപോലെ 2 പാത്രത്തിൽ ചോറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ എൻ്റെത്, ഒരെണ്ണത്തിൽ കിക്കിയത്. അന്ന് ഞാൻ ഫുള്ള് പാത്രമെല്ലാം കഴുകി വെച്ച് ഇനി എനിക്ക് ഒരു ജോലിയില്ല. വൈകുന്നേരം ചായ ഇട്ട് കുടിക്കുന്ന ജോലിയാണ്, പിന്നെ ഡിന്നർ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വൈകുന്നേരം ഒരു 5 മണി വരെയൊക്കെ ഫ്രീയാണ്. അപ്പോൾ ഞങ്ങൾ കിക്കി എണീറ്റ്
അവൾക്കും ഷേക്കൊക്കെ ആക്കി കൊടുത്ത് ഞങ്ങൾ തല കുളിച്ചില്ല കേട്ടോ. വൈകുന്നേരം തല കുളിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ദേഹം കഴുകിയതേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും ദേഹം കഴുകിയതേ ഉള്ളൂ. വൈകിട്ട് കുളിക്കുന്നതാണ് ഒരു സുഖം. തല കഴുകി കുളിക്കുമ്പോൾ എൻ്റെ മുടിയുണ്ടോ കേൾസ് ഉണ്ട്, എന്നാലും കുറച്ചിങ്ങനെ ചീപ്പാത്തത് കൊണ്ടേ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുവാണ്. അപ്പോൾ വൈകുന്നേരം നമുക്ക് തലയൊക്കെ കഴുകി കുളിക്കാം. ഇപ്പം ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുടി അഴിച്ചിട്ടിട്ട് പോകാനായിട്ട് പറ്റും. മറ്റേത് ഞാനിങ്ങനെ എപ്പോഴും വാരി കെട്ടിക്കൊണ്ടായിരുന്നു പോകുന്നത്. ഇപ്പോൾ ആ ഒരു ഷാമ്പൂ കണ്ടീഷണറും കേളി ഹെയറിനുള്ള ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നല്ലതായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും സമയം 1:30 ആയി കേട്ടോ. ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാം. അപ്പം ഞങ്ങളിപ്പോൾ ചോറ് കഴിക്കട്ടെ. ഇത് ഭയങ്കര രസമല്ലേ, ഇങ്ങനെ തട്ടത്തിൽ വെച്ച്. അതെ, എൻ്റെ ചോറ്, ചമ്മന്തി, അച്ചാറ്, അവിയൽ എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട്. കിക്കിമോക്ക് പിന്നെ അച്ചാർ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫുൾ അവിയൽ നമുക്ക് 3 വേണ്ടിയിട്ടങ്ങ് എടുത്ത് എനിക്കിങ്ങനെ ഒരു നേരത്തേക്ക് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആ ഫുഡ് കഴിയുമല്ലോ. അധികം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യത്തില്ല. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എടുത്ത് കളയേണ്ടി വരും. അതിനേക്കാളും നല്ലത് ആവശ്യമുള്ളത് ഉണ്ടാക്കി കഴിക്കുന്നതാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ പണ്ടോട്ട് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ആവശ്യമുള്ള ഫുഡ് ഇപ്പോൾ ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കൂടെ ആണെങ്കിൽ ഇപ്പോൾ 1.5 ഗ്ലാസ് അരി ഇട്ടുന്ന വരെ കുഞ്ഞ് 3 ഗ്ലാസ് അരി ഇടും അങ്ങനെ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നീ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് കുറച്ച് സമയം ഞാൻ ടിക്ക് ഇടുകയും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഇതൊന്ന് ടിക്ക് ചെയ്തേക്കാം. ക്ലീനിങ് കഴിഞ്ഞിട്ട് ടിക്ക് ചെയ്തില്ല, അത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത് ചെയ്യാത്തവർക്ക് ഇത് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ എന്തിൻ്റെ കേടാ എന്നൊക്കെ തോന്നാം. പക്ഷേ എങ്കിലും ഇതിങ്ങനെ ചെയ്തിട്ട് ടിക്കറ്റ് കഴിയുമ്പോൾ സുഖമുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യണം. പിന്നെ സെൽഫ് കെയർ രാവിലത്തെ കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് എക്സസൈസ് സ്കിപ്പിങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇടയ്ക്ക് വെച്ച് ഞാൻ ചെയ്യുമായിരുന്നു, പിന്നെ നിർത്തി വെച്ചേക്കുക. പിന്നെ എൻ്റെ ഈ ഒരു വയറ് കണ്ടോ, ഞാൻ ചില സമയത്തൊക്കെ വീഴുമ്പോൾ ഇങ്ങനെ അമ്മിങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. ഇത്രയും വയറുണ്ട്. അപ്പോൾ ഈ വയറ് കുറയ്ക്കാനായിട്ട് കണ്ടോ നല്ല വൃത്തിയായിട്ട് ആൾക്കാർ ഇവിടെ ഉള്ളതൊക്കെ വിചാരിക്കും ഞാൻ നിത്യ ഗർഭിണിയാണ്, പ്രസവിക്കൊന്നുമില്ല. അപ്പോൾ സ്കിപ്പിംഗ് ചെയ്യുന്നത് ഫുൾ ബോഡിക്കുള്ള നല്ലൊരു എക്സസൈസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ തിങ്കൾ തൊട്ട് വെള്ളി വരെ സ്കിപ്പിംഗ് ചെയ്യണം. അത് കൊതുക് കിടന്ന് പറക്കുക. തിങ്കൾ തൊട്ട് വെള്ളി വരെ സ്കിപ്പിംഗ് ചെയ്യാം. ശനി ഞായറും ഡാൻസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെയും എക്സസൈസ് ഒരു 30 മിനിറ്റ്. അല്ല, നമുക്ക് ഈ രാവിലത്തെ എക്സസൈസ് ശനിയും ഞായറും, വൈകുന്നേരം ഡാൻസ് ആക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ട് ഇപ്പോൾ എക്സസൈസ് നമ്മൾ ടിക്കിടുന്നില്ല. വൈകുന്നേരം കിക്കിയിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാം അങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് ഈ ഫുഡ് കഴിക്കട്ടെ. ഇന്നിപ്പോൾ കിക്കുമ്പോൾ ഉണ്ടായിട്ട് കുറച്ച് പേരൊക്കെ അവിടെ ഇരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോൾ എനിക്ക് ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് ഇടാൻ വിചാരിച്ചതുകൊണ്ടല്ല, അതുകൊണ്ട് ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. ഇനിയിപ്പോൾ രാത്രി ഡിന്നർ ഉണ്ടാക്കുന്നത് മാത്രമായിരിക്കും. അത് 9 മണിയാവും സച്ചു വരാൻ. ഒരു 8 മണിക്ക് ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ഉണ്ടാക്കിയാൽ മതി അങ്ങനെ. പക്ഷേ ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് നേരത്തെ നമുക്കെല്ലാം ചെയ്യേണ്ടി വരും. കൊള്ളാം കേട്ടോ. ഇനി ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് കറക്റ്റ് ഇതായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ച് ഫോൺ കുത്തി കട്ടിലേ ഇരിക്കേണ്ട സമയമാണത്. അപ്പോൾ ഇനി ഇത് വെച്ചുകൊണ്ട് വിടുന്ന കഴിഞ്ഞാൽ കിക്കി ചിലപ്പോൾ എന്നെ ഓട്ടിക്കും. അതുകൊണ്ട് ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. വെള്ളം കുടിക്കാൻ വേണ്ടി നേരത്തെ എടുത്ത് വെച്ചിട്ട് കുറച്ചേ കുടിച്ചുള്ളൂ. 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം പോലും കുടിക്കാത്ത എനിക്ക് 2 ലിറ്റർ എന്നുള്ളത് ഒരു ബാലി കയറാൻ മലയായിരിക്കും. അതുകൊണ്ട് ഞാൻ 1 ലിറ്റർ വെള്ളം കുടിക്കാമെന്നാണ് വിചാരിച്ചത്. തുടക്കമല്ലേ, എല്ലാം കൂടെ എടുത്ത് തലയിലോട്ട് വെക്കണ്ട. അപ്പം നിങ്ങൾക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തോ? ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷനൊന്നും എടുത്തില്ല, എൻ്റെ മനസ്സിലുണ്ട്. റെസൊല്യൂഷൻ ഞാൻ പ്ലാനറിലൊന്നും എഴുതിയില്ല. അപ്പം നമ്മുടെ ഇതൊരു പ്ലാനർ വന്നിട്ടുണ്ട്. ഈ വർഷം ഞാൻ വിചാരിച്ചേക്കുന്ന ഒരു കാര്യമാണ് പല ബുക്കുകൾ വാങ്ങിക്കത്തില്ല, എല്ലാം കൂടെ ഒറ്റ ബുക്കിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാതെ വരുമ്പോൾ പേപ്പർ കീറിക്കളയും, അതാണ് എൻ്റെ സ്വഭാവം. പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം നമ്മൾ അത് ചെയ്യത്തില്ല. ഇന്നലെ ആമസോണിൽ നിന്ന് പ്ലാനറായിട്ടല്ല ഒരു ബുക്ക്, ഇതുപോലെ 6 സബ്ജക്റ്റിൻ്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ടല്ലോ, ഇതും അങ്ങനെ ഒരു നോട്ട്ബുക്ക് ആയിരുന്നു. ഇത് എത്ര പേജ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ഇത്രയും പേജേ ഉള്ളൂ, അത്രയും ഞാൻ കീറിക്കളയുന്നതാണ്. അപ്പം അതുകൊണ്ട് വലിയൊരു ബുക്കായിട്ട് വാങ്ങിച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതിന് നമുക്ക് ന്യൂ ഇയർ റെസൊല്യൂഷനും റിവൈറ്റ് 2024 ഒക്കെ ചെയ്യണമെന്നുണ്ട്. അത് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇപ്പോഴേ ഇടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ വീഡിയോസ് വീട്ടിൽ അങ്ങനെ മടി വരുത്തില്ല. ഞാൻ കൃത്യമായിട്ട് തന്നെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരു 15-ാം തീയതി കഴിഞ്ഞിട്ട് നോക്കട്ടെ, എൻ്റെ റുട്ടീനൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പോയി ഞാൻ എല്ലാ കാര്യങ്ങളിലും പെർഫെക്റ്റ് അല്ല, കുറച്ചെങ്കിലും ഓക്കെ ആവുകയാണെങ്കിൽ മാത്രമേ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു
തരാം. ഇന്ന് എനിക്കൊരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം നമുക്കതൊക്കെ വൈകിട്ട് കാണാം. വിശക്കുന്നടാ, പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു പ്ലാനർ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല വലിയ ബുക്ക് കേട്ടോ. ഞാൻ ഒരു 500 പേജസ് വരുന്ന 6 സബ്ജക്റ്റിൻ്റെ പ്ലെയിൻ നോട്ട്ബുക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ പുറത്തെ കവറിൻ്റെ കളർ എന്തുവാ ഒന്നും അറിയത്തില്ല. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന, നമുക്ക് സെലക്ട് ചെയ്തൊന്നും കൊടുക്കാൻ പറ്റില്ല. അതിനകത്ത് 5-6 നമ്മുടെ പുറം ചട്ട ഉണ്ടല്ലോ, അതിൻ്റെ 5-6 ഡിസൈൻ ഉണ്ടായിരുന്നു പുറത്ത്. ആ ഒരു കവർ, ബുക്കിൻ്റെ കവർ എന്താ പറയുന്നത്, അങ്ങനെ എന്താ പറയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വന്നിട്ടുള്ളത്. നോക്കാം. കീറി തുറന്നപ്പോൾ തന്നെ അറിയാമെന്ന് വെച്ചപ്പോൾ അത് ബാക്ക് സൈഡ് അതോ നോക്കി. കിക്കി ഇവിടെ പഠിക്കുവാണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശല്യം ചെയ്യും. കിക്കി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന് ഞാനൊരു പേപ്പർ പോലും കീറത്തില്ല. എടാ എന്തുവാണ് ശ്രദ്ധിക്കുന്നില്ല? ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമില്ലേ? ഞാൻ കിക്കി കാണിച്ചു തരട്ടെ. അപ്പോൾ ഇതാണ്, ഇത് മാത്രമായിരിക്കും ഈ വർഷത്തെ എൻ്റെ പ്ലാനർ. പിന്നെ ഒരു ചെറിയ ബുക്ക് ഞാൻ വാങ്ങിക്കും. അത് ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനായിട്ടായിരിക്കും. അയ്യോ അടിപൊളി കേട്ടോ. ഇതിനൊരു പേജ് പോലും കീറത്തില്ല. എന്നിട്ട് നമ്മൾ 2025 എന്നുള്ളത് ഇതായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ സംഭവം കുറച്ച് ഇത്രയും നീളമുള്ള ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇത്രയും പേജുള്ളത് ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇതിന് 300 രൂപയാണ് കേട്ടോ. അപ്പം നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷനും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് എഴുതാം. എത്ര സബ്ജക്റ്റാണെന്നറിയോ ഇത്? 1, 6, 2, 3, 4, 5, 6. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഞാൻ എന്താ എഴുതാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ 2025, പിന്നെ എനിക്ക് ഈ പ്രാവശ്യത്തെ ഗോൾസ്, അങ്ങനെയുള്ള എനിക്ക് എന്തൊക്കെയാണ് ഈ വർഷം നേടിയെടുക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഫസ്റ്റ് പാർട്ടിൽ എഴുതും. സെക്കൻഡ് പാർട്ടിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു പോർഷൻ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് എടുക്കും. ഇതിൽ 12 മാസത്തെ കലണ്ടറൊക്കെ വരച്ച് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ടുള്ള ടിക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള, അങ്ങനെ വെച്ചാൽ വീഡിയോ എന്തൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളത് ഞാൻ ചിലപ്പം ഇതിനകത്ത് നോട്ട് ചെയ്തിട്ടില്ലായിരിക്കാം. അതിന് വേണ്ടിയിട്ട് വീഡിയോ ഐഡിയാസ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വാങ്ങിക്കായിരുന്നില്ലേ, അതിൻ്റെ ബാക്കിൽ എഴുതാം. പിന്നെ ഞാൻ ഒരെണ്ണം എന്തിനാണ് എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട്. ഇൻസ്റ്റഗ്രാമിലും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം, അതിൻ്റെ കാര്യങ്ങൾക്കൂടെ വേണ്ടിയിട്ട്. ഇതധികം വരും ഇത്രയും പേജ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അടുത്ത വർഷത്തേക്കും ഇത് തന്നെ എടുക്കും. അപ്പോൾ ഒരു 500 പേജിൻ്റെ മേടിക്കേണ്ടായിരുന്നു. 300 പേജിൻ്റെ ബുക്കിൻ്റെ ആവശ്യമുള്ളായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പോയിട്ട് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തില്ല കേട്ടോ. കാരണം ഇന്ന് എനിക്ക് ഈ വീഡിയോ എടുക്കാനുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യാനുണ്ട്. ഡിന്നർ എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ആലോചിച്ചിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കണം. സച്ചു പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്തെങ്കിലും മതിയെന്ന്. സച്ചുവിന് അങ്ങനെ നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. കിക്കിയും അങ്ങനെയാണ്, ഞാൻ കൊടുക്കുന്നത് കഴിച്ചോളൂ, അത്രേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ എനിക്ക് തോന്നാന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ നാളെ രാത്രി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പം ഞാൻ പോയിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് കിക്കി വരുമ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നില്ലേക്ക്. ഹിന്ദിക്കാർ ഇട്ടിരിക്കുന്നത് എന്നെ കണ്ടിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇരിക്കാം. ഇനി നമുക്കൊരു 3 മണി ആയില്ലേ, ഒരു 4:30 ആകുമ്പോൾ നമുക്ക് ചായ കുടിക്കാനായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കണ്ടതായിട്ട് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടും ലിപ്സ്റ്റിക്ക് പോയിട്ടൊന്നുമില്ല. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയില്ല. ഇത്തിരി പോലും പോയിട്ടില്ലായിരുന്നു കേട്ടോ. ആ ഗ്ലാസ്സിൽ കണ്ട ഇത്രയൊന്നും പറ്റി എന്നുള്ളതല്ലാതെ അത് പിന്നെ പറ്റണമല്ലോ ലിപ്സ്റ്റിക്ക്. അങ്ങനെ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള 2-3 ലിപ്സ്റ്റിക്കുകളിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല, കോളേജിലൊക്കെ പോകുന്ന പിള്ളേർക്കായാലും പിന്നെ പോക്കറ്റ് മണിയൊന്നും ഒരുപാടില്ലാത്തവർക്കൊക്കെ ആയാലും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണെന്നാണ്
എനിക്ക് തോന്നുന്നില്ല, ആണ്, നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ട് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി ചുണ്ട് പിഗ്മെന്റേഷൻ വരുമോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇപ്പം ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിലെല്ലാം അറിയാൻ പറ്റൂ. ഒരു ദിവസത്തെ ഉപയോഗം കൊണ്ടൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പോയി വെട്ടം പോകുന്നതിന് ഇപ്പം ഇതൊന്ന് സ്വാച്ച് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ വീഡിയോ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അതാണ് കയ്യിൽ കാണുന്നത്. അപ്പം ഇനി പോയിട്ട് ഞാൻ ഇരിക്കുമ്പോഴൂടെ ചുമ്മാ ഒന്ന് ഡാൻസ് ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മളുടെ റുട്ടീനൊന്നും തെറ്റിക്കരുതല്ലോ. കാരണം ഞാൻ ന്യൂ ഇയറിൻ്റെ 1-ാം തീയതി തൊട്ടേ ഒന്നും ചെയ്തു തുടങ്ങിയില്ലെങ്കിലും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു 5-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേനെങ്കിലും ലൈഫ് ഒന്ന് സെറ്റാക്കി കൊണ്ടുവരുന്നുള്ള. അപ്പം നമ്മൾ ഒരു 30 മിനിറ്റ് നമുക്ക് ഈ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് വരാം. അപ്പോഴത്തേന് നമുക്കൊരു 6 മണിയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 അല്ലെങ്കിൽ 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ബാക്കി എടുക്കാം. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ലിപ്സ്റ്റിക്ക് എത്രത്തോളം പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ബ്ലോഗ് കാണുന്നവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും, റിവ്യൂ ചെയ്യുമ്പം എനിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വരാം. കിക്കി സമയം എന്തായി? 7:09. അപ്പോൾ നമ്മൾ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ആദ്യം ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ബീഫല്ലേ, പിന്നെ പൊറോട്ട കഴിക്കാൻ എനിക്ക് ഓക്കെയാണ്. പിന്നെ പാസ്ത ആക്കിയാലും വെച്ചാൽ പാസ്തയൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. കഴിക്കും, എന്നാലും വലിയ താല്പര്യമില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് റീൽ ഇട്ടേക്കുന്നുണ്ട്, അവൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് കൊതി വന്നിട്ടോ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിലൊരു ഫിഷ് ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ബിരിയാണിയുടെ വെറുത്ത് പോയതായിരുന്നു. മീനൊന്നും അത്ര കൊള്ളത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ആഴ്ച ഒരിക്കലൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ എന്തായാലും ബിരിയാണി വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ പ്രാവശ്യം ബിരിയാണി വെച്ചതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാതെ ഈസി ആയിട്ട് കുക്കറിൽ വെക്കാൻ പറ്റുന്ന ബിരിയാണി. അപ്പോൾ ഞാൻ എൻ്റെ കൈമ റൈസാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റൈസ് എടുത്തിട്ട് വേഗം ഒരു കുക്കർ ബിരിയാണി തട്ടിക്കൂട്ടി വെക്കാൻ പോവാണ്. അങ്ങനെ ഒരു ബിരിയാണി ഞാൻ വെച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ല. ഇന്ന് വെച്ചിട്ട് കൊള്ളാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഈസി ആയിട്ട് 20 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. നോക്കട്ടെ, ഇപ്പം 7:09 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ എൻ്റെ വാചകവടിയുടെ കഴിഞ്ഞിട്ട് നമുക്കൊരു 7:15 കൂട്ടാം. 7:15 തൊട്ട് എത്ര ടൈം എടുക്കും ഞാൻ ആ ബിരിയാണി വെക്കാൻ എന്ന് നോക്കട്ടെ. ഇത് 1/2 കപ്പാണ് കേട്ടോ, അതാണ് 2 പ്രാവശ്യമായിട്ട് എടുക്കുന്നത്. പിന്നെ റെസിപ്പി കാണിക്കാത്തതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ട്രൈ നോക്കുന്ന വേണേൽ കാണിക്കായിരുന്നു. നമ്മൾ ഇന്ന് കുറേ അധികമായിട്ടുണ്ട് വ്ലോഗ് എടുത്തത് തന്നെ. പിന്നെ എനിക്ക് വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ ലിപ്സ്റ്റിക്കിൻ്റെ. ഇത് നമ്മൾ 3 മണിക്ക് ഇട്ടതാണ്. ഇപ്പോൾ സമയം 7 മണിയായി. 4, 5, 6, 7. അപ്പോൾ ഒരു 8 മണി വരെ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഇടണം. 8-9 മണി വരെ നോക്കിയിട്ട് 9 മണിക്ക് സച്ച് വരും. പിന്നെ വീഡിയോ എടുക്കുന്നത് നടക്കത്തില്ല. അപ്പോൾ 8:30 ആകുമ്പോഴത്തേനും അതിൻ്റെ വീഡിയോ എടുക്കണം. അതുകൊണ്ടാണ് ഞാനിത് കുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിക്കാത്തത്. അപ്പം ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് വേഗം തട്ടിക്കൂട്ടി ആക്കാം. അങ്ങനെ 7:15 തന്നെ എൻ്റെ കുക്കിംഗ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. കുക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പാത്രം കൂടെ കഴുകി വെക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതെനിക്ക് വലിയൊരു ടാസ്ക്കായിട്ട് മാറും ഇങ്ങനെ കൂട്ടി ഇട്ടിട്ട്. ചില സമയത്ത് എന്തെങ്കിലും വേറൊരു കാര്യം കൂടെ ചെയ്തുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ക്ലീനിങ് അതിൻ്റെ സൈഡിൽ കൂടെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പാത്രം കഴുകൽ നടക്കത്തില്ല. എന്നാലും മാക്സിമം ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കഴുകി വയ്ക്കാൻ നോക്കും. പിന്നെ ഞാൻ അവിടെ ഒരു വീഡിയോ വെച്ച് പ്ലേ ചെയ്യുന്നുണ്ട്. നേരത്തെ വ്ളോഗ് കാണത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറുടെ എന്തോ ചാറ്റ്, അങ്ങനെ ചിറ്റാറ്റ് പോലെ ഉണ്ടല്ലോ. ഇപ്പം ന്യൂ ഇയർ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ ഒരുപാട് പേരും ഇടുന്നത്. അങ്ങനെയുള്ള എന്തോ കേട്ടും കൊണ്ട് ഞാൻ കുക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞു പാത്രത്തിലല്ലേ സവാള ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട്, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അവിടുത്തെ സൈഡിൽ അരി വേവിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു പാത്രം വെച്ചേക്കുന്നത്. മറ്റേതിൽ ബീഫ് വേവിച്ച് വെച്ചേക്കുവാണ്. ഇപ്പം സമയം 7:51. ഞാനിവിടെ കുക്കറിൽ നമ്മുടെ ബിരിയാണി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചു. ഇനി ഒരു വിസിലും കൂടെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയാവും. അപ്പോൾ പിന്നെ അത് അടച്ചു വെച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റോ അതിൻ്റെ ആവി പോയി കഴിയുമ്പം എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. ഞാൻ 7:15 സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 7:51 പോട്ടെ. ഇനി വിസിൽ കേൾക്കാം. ഒരു 5 മിനിറ്റ് എടുത്താലും ഇനി വിസിൽ ഇപ്പം തന്നെ കേൾക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 7:51. നമുക്കൊരു 7:55 കൂട്ടാം. അപ്പോൾ അത്രയും സമയം കൊണ്ട് തന്നെ 3/4 മണിക്കൂർ പോലും എടുത്തില്ല. 40 മിനിറ്റിൽ തന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി. ഇനി കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ സാലഡിനുള്ള കുറച്ച് സവാള, പച്ചമുളക്, തൈര്, ഉപ്പ്, തക്കാളി എടുത്തില്ല. തക്കാളി ഇനിയിപ്പം ഒരെണ്ണം അത് മതിയെന്ന് വിചാരിച്ച അത്രയേ ഉള്ളൂ.
പിന്നെന്താ, അപ്പോൾ പാത്രവും ഞാൻ അന്തരമുള്ള കഴുകുന്നുണ്ടായിരുന്നു. ഇപ്പം അരി വേവിച്ച പാത്രം അതും കൂടെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകുന്നതും കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ പാടുള്ളൊരു കാര്യം പാത്രം കഴുകുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ അതും കൂടെ ചെയ്യുന്നത് കൊണ്ട് എളുപ്പമാണ്. അപ്പോൾ ഞാൻ രാത്രി ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറാണ് മാറ്റി വെച്ചിട്ടുള്ളത് എല്ലാ ഡേയും. അതിനൊരു 40 മിനിറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. നല്ല വിസിൽ കേട്ടു. ഓക്കെ, എൻ്റെ ലിപ്സ്റ്റിക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഒന്ന് പൈസ കുറവുള്ള ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങി ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഇത് ഇവിടുന്ന് ആവട്ടെ. ഇനിയിപ്പോൾ 40 മിനിറ്റല്ലേ ആയുള്ളൂ. ഇനിയുണ്ട് എനിക്കൊരു 20 മിനിറ്റ്. ഇനി ഞാൻ പോയിട്ട് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒരു 7 മണിക്ക് ഡിന്നർ കഴിക്കണമെന്നായിരുന്നു ന്യൂ ഇയർ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും സച്ചു വരുമ്പോഴത്തേനും 9 മണിയാവുമല്ലോ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നത് ഒരു സന്തോഷമാണ്. പിന്നെ കഴിച്ചിട്ട് ഉടനെ തന്നെ കിടക്കത്തില്ല. 10-11 മണിയൊക്കെയും ആവും കിടക്കാനായിട്ട്. പിന്നെ 7 to 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും നടക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇന്നിപ്പോൾ 5-ാം തീയതിയായി, ഇന്ന് വരെ അങ്ങോട്ട് പ്രോപ്പറായിട്ട് പോയിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പം ഞാൻ വേഗം പോയിട്ട് ഇനി കുളിച്ചൊന്ന് ഫ്രഷായി മറ്റേ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് സച്ചു വരുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് സ്വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഇനി ഇതൊന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങട്ടെ. ഇപ്പോൾ 9 മണിയാവുന്നു. സച്ചു ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇറങ്ങി ഒരു 9:30 ആകുമ്പോഴത്തേന് വരും. എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 11 മണിക്കെങ്കിലും കിടക്കണം. കാരണം ഈ വർഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 7 to 8 മണിക്കൂർ ഉറങ്ങണം എന്നുള്ളത്. അങ്ങനെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്ന് 11 മണിക്ക് കിടക്കണം. കാരണം നാളെ രാവിലെ 6 മണിക്ക് എണീക്കണം. സച്ചുവിന് നാളെ ഡ്യൂട്ടി ഉണ്ട്. നാളെ നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ. പിന്നെ പകൽ മൊത്തം ഇവിടെ കാണും. പിന്നെ രാത്രി 9 മണിക്ക് പോയിട്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ താമസിച്ച് എണീക്കാന്നുള്ളത് നടക്കത്തില്ല. 6 മണിക്ക് എന്തായാലും എണീക്കണം. അതുകൊണ്ട് വേഗം പണി തീർത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണം. അപ്പോൾ ഞാൻ വേഗം എഡിറ്റ് ചെയ്യട്ടെ. സച്ചു ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ. 10 മണിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോഴത്തേനും ഞാൻ എൻ്റെ എഡിറ്റിങ്ങും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ സച്ചു വരുന്നതിന് മുമ്പ് വോയിസ് കൊടുത്ത് തീർന്നില്ല. ഒരു 4 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ തന്നെ ചിലപ്പോൾ ഒരു 1/4 മണിക്കൂറൊക്കെ കാണും. അത് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. അങ്ങനെ പിന്നെ സച്ചു വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിക്കി ഞങ്ങൾക്കൊരു ലൈം ടീ ഒക്കെ ഇട്ട് തന്ന് അതൊക്കെ കുടിച്ച് എന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കിടന്നത്. ഒരു 1 മണിയൊക്കെ ആയി ഇന്നലെ കിടന്നത്. 12 മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് പിന്നെ എനിക്ക് വേറെ കുറച്ച് തംബ്നെയിൽ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ 7 മണിക്കൂർ ഉറക്കമൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് നാളത്തെ കാര്യം എന്തായിരിക്കും, എപ്പോഴാണ് എണീക്കുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാളെ സെക്കൻഡ് ഡേയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.